ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ലൈഫിൽ ഒരിക്കലും ഇങ്ങനെ ഒരു മൊമെന്റ് കിട്ടിയിട്ടില്ല. ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നെ അങ്ങോട്ട് ജോയിൻ ചെയ്തത്. ഹായ്, എന്റെ പേര് സബ്ന. ഞാൻ മലപ്പുറത്ത് നിന്ന് തന്നെയാണ് വരുന്നത്. 32 ബാച്ചാണ് ഞാൻ ഇന്റർവെല്ലിൽ പഠിച്ചത്. ഇപ്പോ കറന്റ് ഇന്റർവെല്ലിൽ തന്നെ ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു പ്രൗഡ് മൊമെന്റ് ആണല്ലോ, ലൈക്ക് ഇന്ന് വേദിയിൽ കേറുകയാണ്, ഇത് മേടിക്കാണ്, ലൈക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ലൈഫിൽ ഒരിക്കലും ഇങ്ങനെ ഒരു മൊമെന്റ് കിട്ടിയിട്ടില്ല. +2 കഴിഞ്ഞതിന് ശേഷം പിന്നെ പഠിക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോ ഇതുപോലൊരു വേദി, ഇതുപോലൊരു മൊമെന്റ് ഉണ്ടാവുന്ന ഒരിക്കലും കരുതിയിട്ടില്ല. ഭയങ്കര സന്തോഷമുണ്ട്. ആ ഒരു ജേർണി ഒന്ന് പറയൂ. ECPC ചേർന്ന് ലൈക്ക് ഇവിടെ വരെ എത്തി, ആ ഒരു ജേർണി ഒന്ന്. ഞാന് എന്റെ ചെറിയ മോൾക്ക് 8 മാസം പ്രായമാകുമ്പോഴാണ് ഞാൻ ECPC കുറിച്ച് അറിയുന്നത്. ഇൻസ്റ്റഗ്രാം ത്രൂ ആണ് അറിഞ്ഞത്. അപ്പോ കുറെ ഇങ്ങനെ ആലോചിച്ചു, ജോയിൻ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. പിന്നെ ചെറിയ മോളായതുകൊണ്ട് കഴിയോ, കുട്ടീനെ കൊണ്ട് പഠിക്കാനൊക്കെ ആവോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും പിന്നെ ഉള്ളില് വേണം, ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നെ അങ്ങോട്ട് ജോയിൻ ചെയ്തത്. പിന്നെ അങ്ങോട്ട് കുറച്ച് ടഫായിരുന്നു. ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, പിന്നെ കുട്ടികളെ കൊണ്ടൊക്കെ. പിന്നെ പതുക്കെ ഒക്കെ അങ്ങനെ ശരിയായി. ഇപ്പോ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ, ലൈക്ക് അങ്ങനെ ഒരു വേദിയിൽ എത്തുന്നവരെ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു. ടൈമിലൊക്കെ കുട്ടികളെ കൊണ്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പിന്നെ വീട്ടിലൊക്കെ ഒറ്റയ്ക്ക് ആവുമ്പോ ആ ഒരു ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട്. ഫാമിലി സപ്പോർട്ടൊക്കെ ഉണ്ട്. ഫാമിലിയുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇതുവരെ എത്താൻ പറ്റിയത്. ആസ് എ ഹൗസ് വൈഫ് എന്നുള്ളതിൽ ഞാനൊരു ടീച്ചറാണെന്ന് പ്രൗഡായിട്ട് പറയാനുള്ള ഒരു ഇതുണ്ട്. ലൈക്ക് അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? ഒരാൾ ചോദിച്ചിട്ട് ഞാൻ ഒരു ടീച്ചറാണെന്ന്. ഇപ്പൊ ഞാൻ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സിന് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോ ടീച്ചറാണെന്ന് പറയുമ്പോ ഭയങ്കര സന്തോഷാണ്. അവർക്കും സന്തോഷാണ്, നമുക്കും സന്തോഷാണ്. പിന്നെ അതിൽ കൂടുതൽ എന്റെ പാരന്റ്സിനാണ്. അവർക്ക് ഞാൻ എന്തെങ്കിലും ഒന്ന് ആയി കാണണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമുള്ള ആളുകളായിരുന്നു. ഇപ്പോ ഭയങ്കര സന്തോഷം. ലൈക്ക് വെറും ഒരു ടീച്ചർ അല്ല ഇപ്പൊ. ലൈക്ക് ടീച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ മോണ്ടിസോറി അതൊരു പ്ലസ് പോയിന്റ് ആണ്. കാരണം കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സൈക്കോളജിസ്റ്റ് ആണ് വേണമല്ലോ. അതിലൊരു ടീച്ചറാണ്. അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ആദ്യം കുറച്ച് ടഫായിട്ട് തോന്നിയിരുന്നു. പിന്നെ നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ തന്നെ കുട്ടികളോട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ പിന്നെ ഞാൻ ഇത് തുടങ്ങുമ്പോൾ തന്നെ ആലോചിച്ചത് നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് നമുക്ക് മറ്റൊരു കുട്ടികളെ പഠിപ്പിച്ചു കൊടുത്തുകൂടാന്നുള്ള ആ ഒരു തോട്ടൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങി. പിന്നെ ചില കുട്ടികള് കുറച്ച് ഇതായിരിക്കും, ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. എന്നാലും നമുക്ക് എന്തെങ്കിലും പാട്ട് കളി അതിലൂടെയൊക്കെ അവരെങ്ങനെ മാനേജ് ചെയ്തെടുക്കുമ്പോൾ അവരെന്നെ നമ്മളോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്യുമ്പോഴൊക്കെ നല്ല സന്തോഷം. അതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചത് ECPC മോണ്ടിസോറി എന്നൊരു ഇതാണല്ലോ. ലൈക്ക് ഇപ്പൊ കുട്ടികളെ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞ സാധാരണ ടീച്ചർക്ക് പറ്റില്ല, വെറുള്ളൊരു ടീച്ചർക്ക് പറ്റില്ല. മോണ്ടിസോറി ടീച്ചർക്ക് ഒരു പ്ലസ് പോയിന്റ് ആണത്. മോണ്ടിസോറി ആ മെത്തേഡിൽ കൂടെ തന്നെ നമ്മളിങ്ങനെ കുട്ടികളെ ഇങ്ങനെ പഠിപ്പിച്ച് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഭയങ്കര എളുപ്പമായി തോന്നും. കുട്ടികളെ മാനേജ് ചെയ്യാനൊക്കെ ഭയങ്കര ഈസി ആയിട്ട് തോന്നാറുണ്ട്. പ്രാക്ടിക്കൽ സെഷൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ. ഇവിടുത്തെ മെന്റേഴ്സിനെ കുറിച്ചൊക്കെ എന്താ പറയുക? നല്ല സപ്പോർട്ടാണ്. ക്ലാസ്സിന്റെ ഇപ്പൊ നമ്മളെ ക്ലാസ്സിന്റെ എന്തെങ്കിലും കാര്യങ്ങൾക്കാണെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിലൊക്കെ സപ്പോർട്ടീവാണ്. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു.